പ്രൈസ് ഗോഡ്. ആവേ മരിയ. നമ്മളെല്ലാവരും ഉണ്ടല്ലോ, നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന് വേണ്ടി ഒത്തിരി ദാഹിക്കുന്നവരായിരിക്കും അല്ലേ. ഞാൻ എൻ്റെ ലൈഫിൽ ഈയിടെ നടന്നൊരു ചെറിയൊരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുവാണേ. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഇപ്പോഴും പരിശുദ്ധാത്മാവിന് വേണ്ടി ഭയങ്കരമായിട്ട് ദാഹിക്കുമായിരുന്നേ. പരിശുദ്ധാത്മാവിന് നിറയാൻ ഇതുവരെ ആർക്കും കിട്ടാത്തൊരു അഭിഷേകം ഇങ്ങനെ കിട്ടണേന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദാഹിക്കുമായിരുന്നേ. അപ്പോൾ ഞാനീ രാവിലെ എഴുന്നേൽക്കുമ്പം പരിശുദ്ധാത്മാവിനെ വിളിച്ച് സറണ്ടർ ചെയ്ത് കുർബാനയ്ക്കൊക്കെ നിൽക്കുമ്പോഴാണെങ്കിൽ എപ്പോഴും പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറയാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാനായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് നമ്മുടെ ഡൊമിനിക്കച്ചിൻ്റെ ഡാനിയലച്ചിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണും. പരിശുദ്ധാത്മാവ് അങ്ങനെ നിറയട്ടെ, അങ്ങനെ ഭയങ്കര ആഗ്രഹിച്ചിരിക്കുമായിരുന്നേ. അപ്പം എനിക്ക് ഈ ദിവസങ്ങൾ ഉണ്ടായ ചെറിയൊരു അനുഭവമാണേ. അതായത് നമ്മൾ എല്ലാവരും പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ദാഹിക്കുന്നവരാണ്. കാരണം നമുക്കറിയാം പരിശുദ്ധാത്മാവില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈശോയ്ക്ക് വേണ്ടി ഒരു ചെറിയ വിരൽ അനക്കണേ പോലും നമുക്ക് പരിശുദ്ധാത്മാവ് വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവില്ലാണ്ട് ഒന്നും നടക്കത്തില്ല. അപ്പം നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ഈശോ നമുക്ക് തരും. കാരണം വചനം പറയുന്നുണ്ടല്ലോ, തന്നോട് ചോദിക്കുന്നതൊക്കെ എത്ര അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകാതിരിക്കുകയില്ല. അപ്പം ആത്മാവിനെ അളന്നല്ല ഈശോ കൊടുക്കുന്നത്. നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നു അതനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയും. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരനായിട്ട് ക്ഷണിച്ച് കഴിഞ്ഞിട്ട് വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ചില മിസ്റ്റേക്സ് ഉണ്ട്. അതായത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു വ്യക്തിയെ നമ്മുടെ ലൈഫിലോട്ട് ഇൻവൈറ്റ് ചെയ്യുക. ആ വ്യക്തി ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ പറയുകയാണ് ഇങ്ങനെ, എൻ്റെ ലൈഫിലോട്ട് വരണം, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നോക്കണം, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളൊരു വ്യക്തി നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ വ്യക്തി നമ്മുടെ ലൈഫിലോട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി അത് ഹേർട്ടാവില്ലേ എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലോട്ട് വന്ന് ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് സന്നദ്ധമല്ലെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് വേദനിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. ലൈക്ക് ചില സിമ്പിൾ സിറ്റുവേഷൻസ് നമ്മളോട് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനൊക്കെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ദേഷ്യപ്പെടുന്ന സിറ്റുവേഷനിൽ പരിശുദ്ധാത്മാവ് പറയും ദേഷ്യപ്പെടേണ്ട, നീ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കും. അല്ലെങ്കിൽ ചില വാക്ക് തർക്കങ്ങളൊക്കെ വരുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് പറയും ഈ ഒരു സംസാരത്തോട് റെസ്പോണ്ടേ ചെയ്യേണ്ട. ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ പറഞ്ഞു തരുമ്പോൾ നമ്മളത് അനുസരിക്കണം. ഈ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നത് അതേപടി കേൾക്കണം, നമ്മൾ അനുസരിക്കണം. പരിശുദ്ധാത്മാവായിട്ട് ഐക്യപ്പെട്ട് പോകണം. ഇത് നമ്മൾ അനുസരിച്ചില്ലേ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഹേർട്ട് ചെയ്യുവാണല്ലോ. ജെറമിയ 13:17 പറയുന്നുണ്ട്, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. അപ്പം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ച് മിസ്റ്റേക്ക് ആട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ ഞാൻ അനുസരിക്കാതിരുന്നു. അപ്പം ഒരു ദിവസം ഇങ്ങനെ കുർബാനിക്കുന്നപ്പോൾ ഈശോ ഇങ്ങനെ മനസ്സിലാക്കി തരും ഈ ഒരു കാര്യങ്ങൾ. അതായത് നീ പരിശുദ്ധാത്മാവിനെ വിളിച്ച് വരുത്തിയിട്ട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്ന്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളൊരു സ്പിരിച്വൽ ബീങ്ങായി മാറണം. നമ്മുടെ ബോഡി സോളൊക്കെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യണം. പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്നവർക്ക് നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫിലോട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്ത് പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ നാം എപ്പോഴും കടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ.